നമ്മള് ആൽബം മേഖലകളില് ഒരു ചോക്ലേറ്റ് പയ്യനുണ്ടായിരുന്നു. വളരെ സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യാം അൻവർ ഷരീഫ്. ഹലോ. കനകാംബരമാണോ നീ കാമിനിയാണോ എൻ കാമുകിയാകാൻ സമ്മതമാണോ? പക്ഷെ അന്ന് അടിപൊളിയായിരുന്നു. ആ പാട്ടൊക്കെ വെച്ചിട്ട് ആ എക്സ്പ്രഷൻ ഒക്കെ വരുമ്പോ എന്താ ഭംഗി. മനസ്സിൽ നിറയെ സ്നേഹവുമായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പൊ വൈറലാണ് മറ്റേ പെണ്ണ്. പാടുവോ? പാടാന്ന് പാട്ടുകാരനല്ല, ഞങ്ങളെ ഇടയ്ക്ക് ഇങ്ങനെ ബാത്റൂം സിംഗർ. എന്നാ ഓക്കെ, ഇത് ബാത്റൂം ഒന്ന് ചോദിച്ചോളൂ, എന്നിട്ട് പാടിക്കോളൂ. പെണ്ണെ നീ എൻ കനവിൽ മുഹബത്തിൻ ഗസലായി മൂളുമോ. അന്ന് ശരിക്കും കാണാനൊക്കെ നല്ല പയ്യനാ, കാണാനൊക്കെ ഭയങ്കര രസമുള്ള ഒരാളായിരുന്നു. അപ്പം ഒരുപാട് ഈ ആരാധികമാരൊക്കെ ഉണ്ടായിട്ടില്ലേ അന്ന്? അല്ല, ഈ പെൺകുട്ടികളൊക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടിയ ഒരു റെമ്യൂണറേഷൻ എന്ന് വെച്ചാൽ എത്ര രൂപയായിരിക്കും? ഫസ്റ്റൊന്നും കിട്ടിയില്ല. എന്താ ശരിക്കും ദുൽഖറായിട്ടൊരു കണക്ഷൻ ഉണ്ടല്ലോ നന്നായിട്ട്. ഫസ്റ്റ് ഷോട്ടിൽ നിൽക്കണ്, എനിക്കൊരു ലെങ്തി സീനാണ് ഉള്ളത്. ഫസ്റ്റ് ഡയലോഗ് പറയുന്ന സീനാണ്. അപ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട്, പെർഫോമൻസ് ചെയ്യാൻ പോകണല്ലോ. അത് ദുൽഖർ ഉണ്ട്. അപ്പം ഞാൻ ദുൽഖറിനോട് പറഞ്ഞ് എങ്ങനെയാ അങ്ങനെ ഒരു അവസരം വരുന്നത്? എങ്ങനെയാ? ഞാനൊരു ദിവസം എൻ്റെ റൂമിൻ്റെ അടിയിൽ ഒരു മാഷ് താമസിക്കുന്നുണ്ട്. ആള് പത്രം വരുത്തുന്നുണ്ട്. അപ്പോൾ ആള് പത്രം വരുത്തുമ്പോൾ ഇങ്ങനെ പത്രം ഇങ്ങനെ നോക്കിയതാണ്. നോക്കിയപ്പോൾ അതിലുണ്ട് സലാല മൊബൈൽസ് വരും, ദുൽഖർ നസ്രിയ. അപ്പം ഞാൻ അങ്ങനെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട്, ഓ ഇതിലൊക്കെ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഭയങ്കരമായിരുന്നല്ല. ഡയറക്ടർ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കുറച്ചുകൂടി പ്രതീക്ഷ കൂടി. ഞാൻ ചെറിയ റോള് അതാണ് പ്രതീക്ഷിക്കണുള്ളൂ. അങ്ങനെ ഡയറക്ടറെ കണ്ടു. ഡയറക്ടർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് അഭിനയിപ്പിച്ച് നോക്കും. ഒന്നും ചെയ്യില്ല, ജസ്റ്റ് കണ്ടു, ഓക്കെ. അവസാനം നമ്മളെ ഫസ്റ്റ് സീൻ നോക്കിയിട്ട് ഓക്കെ അല്ലെങ്കിൽ മാറ്റുന്നുള്ള ലെവലിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ ഒരു സംഭവം തന്നെയാണ്. കല്യാണത്തിൻ്റെ 2 ആഴ്ച മുമ്പാണ് എനിക്ക് ഫസ്റ്റ് സിനിമ കിട്ടുന്നത്. ഞാനാകെ പെട്ടുപോയില്ലേ. ഞാൻ എന്നിട്ട് അവസാനം അക്കുക്കാട് വിളിച്ച് പറഞ്ഞു, കല്യാണത്തിൻ്റെ അന്ന് ഫ്രീ ആക്കാൻ പറ്റുമോയെന്ന് വെച്ചു. എടാ അൻവർ, അത് അങ്ങനെ പറ്റില്ല, നീ ആദ്യം. അപ്പം ഞാൻ അവസാനം ഞാൻ അക്കുക്കാട് പറഞ്ഞു, കല്യാണത്തിൻ്റെ പേരിൽ എന്നെ ഇത് മാറ്റി വെക്കരുത്. ഇപ്പോഴും ഈ ഓഡീഷനൊക്കെ പോവോ? ഓഡീഷന് പോയിട്ടില്ല, വേണമെന്ന് വെച്ചാൽ ഞാൻ പോകും. അപ്പൊ ശരിക്കും എത്ര വയസ്സിലായി ഒരു ഫീൽഡിലേക്ക്? ഞാൻ 16 വയസ്സിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഹലോ, വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ആൽബം മേഖലകളിൽ ഒരു ചോക്ലേറ്റ് പയ്യനുണ്ടായിരുന്നു. അന്ന് കുറേ ആൾക്കാരുണ്ടെങ്കിലും ഇദ്ദേഹമായിരുന്നു ഒരു ചോക്ലേറ്റ് ഹീറോ എന്ന് പറയുന്നത്. വളരെ സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യാം അൻവർ ഷരീഫ്. ഹലോ, വെൽക്കം ടു ദ ഷോ. ഏത് ബാക്ക്ഗ്രൗണ്ടാ അപ്പൊ ഇടണ്ടേ? പെണ്ണെ അത് വേണോ, അല്ലെങ്കിൽ മനസ്സിന്റെ മണിയറിൽ വേണോ? ഏത് വേണം. നല്ല ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞേ. പെണ്ണെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് തന്നെ അല്ലേ, അടിപൊളിയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഭയങ്കര വൈറലാണ് ആ പാട്ട്. അറിഞ്ഞായിരുന്നോ? ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ 2 മ്യൂസിക് മാത്രമായിട്ട് അല്ലേ? എന്താണ് ഇപ്പൊ തോന്നുന്നു? കുറെ കാലം മുമ്പ് ചെയ്ത വർക്കുകള് ഇപ്പൊ ആളുകളുടെ അടുത്ത് നോക്കുന്നു, എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം അല്ലേ? ഇതിപ്പോ എനിക്ക് തോന്നുന്നു എത്ര കാലം മുമ്പ് എടുത്ത വർക്ക് അതൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാനിപ്പോ അടുത്ത് കഴിഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഓരോരുത്തർ വന്ന് ചെറിയ പിള്ളേരൊക്കെ വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് പറയില്ലേ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ 10ൽ പഠിക്കുമ്പോ കണ്ടാന്ന്. 6ലാണോ? അപ്പൊ ഞാൻ അഭിനയം തുടങ്ങിയിട്ടില്ല. ഞാൻ ചെറുപ്പത്തിലേ അഭിനയിച്ചു തുടങ്ങിയില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോ നമുക്ക് ഇത്ര കാലമായോ എന്നൊക്കെ തോന്നും. ഓക്കെ, അതുപോലെ തന്നെ ഹിറ്റായിരുന്നു അന്നത്തെ മനസ്സിന്റെ അല്ലേ? എനിക്ക് തോന്നുന്നു അന്നൊക്കെ അധിക പേരും മുടിയൊക്കെ അന്നേ നീട്ടിയിട്ടൊക്കെയാ ഉള്ളത് അല്ലെ? ആ ഒരു ഹെയർ സ്റ്റൈൽ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഡ്രസ്സിങ് അതേപോലെ തന്നെ അടിപൊളിയായിരുന്നു അല്ലെ? അതൊക്കെ എങ്ങനെയാ, സ്വന്തം ഒരു ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതാണോ ഇങ്ങനെ ചെയ്തോ? അടിപൊളി അല്ലല്ലോ, അതൊക്കെ നമ്മളെ ഐഡിയ. നമുക്ക് എങ്ങനെയാലും ഇടിച്ച് കയറണല്ലോ. ലുക്ക്
കാര്യങ്ങൾ കോസ്റ്റ്യൂംസൊക്കെ വെറൈറ്റി ആ ടൈമിൽ അങ്ങനെയാണ്. അപ്പം അങ്ങനെ കൊണ്ടുവരാൻ നോക്കും. പക്ഷെ അന്ന് അടിപൊളിയായിരുന്നു. ആ പാട്ടൊക്കെ വെച്ചിട്ട് ആ എക്സ്പ്രഷൻ ഒക്കെ വരുമ്പോ എന്താ ഭംഗി അല്ലേ? ഇന്ന് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ തന്നെ ഇപ്പോഴും ഭംഗി കുറവൊന്നുമില്ല, എന്നാലും അതായത് മിസ് ചെയ്യണ്ടെന്ന് വെച്ചാല് ആൽബം ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പൊ അതിന്റെ ട്രെൻഡൊക്കെ കുറഞ്ഞ കാരണം ഇപ്പോൾ അങ്ങനെ. പിന്നെ നമ്മൾ എപ്പോഴും എയിം സിനിമയായിരുന്നു. സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അന്നെന്ന് വെച്ചാൽ ഇതുപോലെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ലല്ലോ നമുക്ക് നമ്മളെ കഴിവ് തെളിയിക്കാനും ഇതിനൊന്നുള്ളത്. പിന്നെ ഏത് റൂട്ടിനാണ് അങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ സിനിമ വലിയൊരു കയ്യകലത്താണ് നിൽക്കുന്നത്, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരിതിൽ. ആ സമയത്ത് നമുക്ക് ആൽബമാണ് എനിക്ക് തുറന്ന് ആദ്യം അഡ്വർടൈസ്മെൻറ്റ് ആഡ് ഫിലിംസാണ് ഞാൻ ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഈ ആൽബത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കൊരു ആൽബം ഒരു വഴി തുറന്നു കിട്ടുകയാണ്. അപ്പോൾ ആൽബത്തിലാകുമ്പോൾ നന്നായി വർക്കുകളും വന്നു തുടങ്ങി. പിന്നെ അതിൻ്റെ ഭാഗമായി അടിപൊളിയായി അല്ലേ? എനിക്കൊന്ന് കുറേ വാക്കുകൾ ചെയ്തിട്ടില്ലേ അന്ന് അല്ലേ? ശരിക്കും വളരെ ബിസി ആയിട്ടുള്ള ഒരു ലൈഫായിട്ട് മാറി ആൽബത്തിൽ. ശരിക്കും ഭയങ്കര എനിക്ക് തോന്നുന്നു ഒരു വർക്ക് കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് മറ്റു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പിന്നെ അങ്ങനെ അതൊക്കെ ശരിക്കും എങ്ങനെയാ ഇപ്പൊ നോക്കി കാണുമ്പോ നമുക്ക് ആ ഒരു കാലഘട്ടം ഇനി കിട്ടുമോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറില്ലേ? അല്ല, ഞാനന്ന് ഇതേമാതിരി ലൊക്കേഷൻ ടു ലൊക്കേഷൻ, പിന്നെ ഇനോഗ്രേഷൻ, അതിനൊക്കെ അങ്ങനെ ഓടി നടക്കരുന്നു. വീട്ടിലൊക്കെ ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വരുള്ളൂ. അങ്ങനെയായിരുന്നു, അത്രയും ബിസി. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ആ നേരത്ത് എന്താ പറയുക, ബന്ധങ്ങളും ഒക്കെ വെച്ച് കുറേ ആൽബങ്ങൾ നമ്മൾ പൈസ ഒന്നും നോക്കിയിട്ടൊന്നല്ല അന്ന് ചെയ്തിരുന്നു. ചിലപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് അഭിനയിക്കും, പിന്നെ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് മൂഡിൽ പോയിട്ട് അഭിനയിക്കും. അങ്ങനത്തെ ഒരു മൂഡായിരുന്നു പ്രായം അതാണല്ലോ. അപ്പോൾ ഫസ്റ്റ് കിട്ടിയ ഒരു റെമ്യൂണറേഷൻ എന്ന് വെച്ചാൽ എത്ര രൂപയായിരിക്കും, ഓർക്കുന്നുണ്ടോ? ഇതിലല്ലേ, ആൽബത്തില ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല. ഫസ്റ്റത്തില്ലേ, സെക്കൻഡ് എനിക്ക് ഓർമ്മല്ല കറക്റ്റ്. ഞാൻ ആ ടൈമിൽ ഇങ്ങനെ, അതായത് പൈസ അല്ല നമ്മുടെ ഉദ്ദേശം. പൈസ എനിക്ക് അന്ന് ബാങ്ക് അക്കൗണ്ട് വരെ ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ പൈസ ഒക്കെ ബാഗിലായിരിക്കും. ഡ്രസ്സ് ഉണ്ടാവും, പൈസ കിട്ടുന്നതൊക്കെ ബാഗിൽ വെക്കും. വീട്ടിലെത്തുമ്പോഴത്തേനും കുറെ ഡ്രസ്സ് എടുക്കും, പിന്നെ കുറെ ബുക്കുകൾ വാങ്ങും. വീട്ടിലും കൊടുക്കും. ഫാമിലി അത്യാവശ്യം വലിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണോ? ഫാമിലി ഇല്ലല്ല, അല്ലല്ല, ഞങ്ങള് സാധാരണക്കാരാണ്. ഫാമിലി ഉമ്മ മാത്രമല്ലോ, ഉപ്പ നേരത്തെ മരിച്ചു. ഓക്കെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പൊ വൈറലാണ് മറ്റേ പെണ്ണ് പാടുവോ? പാടാന്ന് പറഞ്ഞാല് പാട്ടുകാരനല്ല, ഞങ്ങളെ ഇടയ്ക്ക് ഇങ്ങനെ ബാത്റൂം സിംഗർ. ഓക്കെ, ഇത് ബാത്റൂം ഒന്ന് ചോദിച്ചോളൂ, ഒരു പാടിക്കോളൂ. പെണ്ണെ നീ എൻ കനവിൽ മുഹബത്തിൻ ഗസലായി മൂളുമോ, നീ എന്നരികിൽ അനുരാഗ പൂങ്കുയിലായി വീണമീട്ടി പാട്ടുപാടാൻ വാവാ, പെണ്ണെ നീ എൻ കനവിൽ. ഇത് നല്ല ഇതൊക്കെ കൊടുത്തോട്ടോ. ശരി, കാര്യം പറയട്ടെ, ആ ഒരു മ്യൂസിക്കിന്റെ വിഷ്വൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നല്ല മ്യൂസിക്, ജസ്റ്റ് മരത്തിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ? ആദ്യം ഇങ്ങനെ സൈഡിൽ നിൽക്കുന്ന, ആദ്യം എന്താ ഒരു ഗിറ്റാർ എടുക്കുന്നത്, പിന്നെ ഒരു വൈറ്റ് ഡ്രസ് ആയിരുന്ന, അല്ല പിങ്ക് ടീഷർട്ട് പോലെ, അല്ല പിങ്ക് ഷർട്ട്, അതിന്റെ മേലെ ഒരു കോട്ട് എന്നിട്ട് വരുന്ന. എന്തായിരുന്നു അത്, എന്ത് രസായിരുന്നു അത്. എന്റെ മോനെ, ആ ആളാണ് ഈ ആളെന്ന് പറഞ്ഞപ്പോ വിശ്വസിക്കോ? അതെ, വിശ്വസിക്കില്ല. ഇല്ല, അന്ന് വേറൊരു ലുക്ക്, ഇന്ന് വേറൊരു ലുക്കിന് മോശമൊന്നും പറ്റിയിട്ടില്ല. ആ ഒരു എന്താ പറയാ, ആ ഒരു ഭംഗിക്ക് മാറ്റുണ്ട്. അന്നത്തെ ലുക്കല്ല, നൈസാണ് നിൽക്കുക, നല്ല രസമുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു ആൽബത്തിൽ കുറെ ചെയ്ത്, പിന്നെ മനസ്സിന്റെ മണിയറയിൽ സുനിതേച്ചിന്റെ കൂടെ അല്ലെ, ഒരു ഹിറ്റ് ആയിട്ടുള്ള വേറൊരു ആൽബമായിരുന്നു. അതിലൊക്കെ ഒരു സങ്കടമുള്ള ഒരു റോള് അല്ലെ. ശരിക്കും ഈ ആൽബത്തിലെ ഒരു ആ സമയത്തേക്ക് പോകുമ്പോഴുള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് ഓർത്ത് പറയാവോ? അന്ന് ഞാൻ ആൽബങ്ങൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ വീട്ടിൽ അധികം ഉണ്ടാവാറില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ആൽബത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനോഗ്രേഷൻ ഉണ്ടാവും, ഗസ്റ്റായിട്ട് പല സ്ഥലത്ത് പോകുന്നുണ്ടാവും. അങ്ങനെ നല്ലൊരു രസമായിരുന്നു ആ സമയത്ത്. ഇതിന്റെ ഒക്കെ ലക്ഷ്യം എന്ന് വെച്ചാൽ സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ളൊരു സാധനമാണ്. പക്ഷെ എനിക്ക് ആൽബം ചെയ്യാൻ ഇഷ്ടമായിരുന്നു അന്ന്. പാട്ടുകളൊക്കെ, മാപ്പിള സോങ്സ് ഒക്കെ ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാനിങ്ങനെ
വിളിക്കുമ്പോൾ നല്ല പാട്ടാണെങ്കിൽ അഭിനയിക്കും. ഞാൻ ചിലപ്പോൾ ചില ഫ്രണ്ട്സൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പാട്ടൊന്നും കേൾക്കാറൊന്നുമില്ല. പോയി അഭിനയിക്കുക വരിക എന്നുള്ള മൂടാണ്. ഓക്കെ, അതായത് പൈസയും പേയ്മെന്റ് ഒന്നും ഞാൻ അങ്ങനെ നോക്കാറില്ല. അങ്ങനെ പേയ്മെന്റ് നോക്കിയിട്ടൊന്നല്ല. പേയ്മെന്റ് നോക്കാറില്ല, പാട്ട് എന്റെ ഒരു പാഷൻ, എനിക്കൊരു ഇഷ്ടം, എനിക്ക് മനസ്സിന് സന്തോഷം തരുന്നു. അത് വെച്ച് വീട്ടിൽ ഭയങ്കര സെറ്റപ്പ് ആയിട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ ഇപ്പൊ ആലോചിക്കാറുണ്ട്, അന്ന് നമ്മള് കറക്റ്റ് ഒന്ന് സമ്പാദിക്കാമായിരുന്നു എന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിനൊരു സന്തോഷം. അതെ, നമ്മുടെ പാഷൻ നമ്മൾ ചെയ്തു. പിന്നെ അത്ര പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ലല്ലോ അന്ന്. എന്ന് വെച്ചാല് ഒന്ന് സീരിയലുണ്ട്, പിന്നെ ഇതേമാതിരി യൂട്യൂബ് പോലും അന്ന് ഇറങ്ങിയിട്ടില്ല. യൂട്യൂബില് ഫോൺ തന്നെ ഒന്നില്ല അന്ന്. ഈ ഫോണുകളെ ഓർക്കൂട്ടൊക്കെ ഇറങ്ങിയ അവസരം നമ്മുടെ ഒരു ജുക്ക് ബോക്സ് ഉണ്ട്. ജുക്ക് ബോക്സിലായിരുന്നു നിങ്ങൾ ഇങ്ങനെ എല്ലാരും, ഇപ്പൊ ഷാഫിക്കായാലും ജലാൽക്കായാലും നിങ്ങളായാലും ഒക്കെ കാണുന്നത് ജുക്ക് ബോക്സ്. നമ്മളിങ്ങനെ അത് നമ്മൾ പൈസ കൊടുത്തിട്ട് വേണം അന്ന് കോൾ ചെയ്യാനൊന്നുമില്ല. എത്ര പൈസ നോക്കിയിട്ടുണ്ടെന്ന് അറിയോ? അന്ന് ഞാനൊക്കെ ആൽബം പുതിയത് ഇറങ്ങി കഴിഞ്ഞാൽ എന്റെ നാട്ടിലല്ലോ, ഞാനൊക്കെ ആദ്യം ഒന്ന് 2 പ്രാവശ്യം വിളിച്ചിടും. പിന്നെ അത് 2 പ്രാവശ്യം നമ്മൾ തന്നെ വിളിച്ചിട്ടാ വിളിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആയിക്കോളും. നല്ല പാട്ടാക്കാൻ പിന്നെ അങ്ങോട്ട് കേറിക്കോളും. അന്ന് ശരിക്കും കാണാനൊക്കെ നല്ല പയ്യനാ, കാണാനൊക്കെ ഭയങ്കര രസമുള്ള ഒരാളായിരുന്നു. അപ്പൊ ശരിക്കും അല്ല, ഇന്നും ഏട്ടാ അന്ന് പ്രത്യേക ഒരു ഇത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചേട്ടാ. അപ്പം ഒരുപാട് ഈ ആരാധികമാരൊക്കെ ഉണ്ടായിട്ടില്ലേ അന്ന്? കത്തുകളൊക്കെ വന്നിട്ടുണ്ടോ? കത്തല്ല, മൊബൈലൊക്കെ ഉണ്ട്. മൊബൈലൊക്കെ മറ്റേ നോക്കിയുടെ മൊബൈലാന്ന് പറഞ്ഞു, കീപാഡ്. കോളുകളൊക്കെ വരാറുണ്ട്. എന്താ പറയാ വിളിച്ചിട്ട്? അല്ല, പരിചയപ്പെടാൻ വേണ്ടി. അതിപ്പോ ആരാധകർ എന്ന് പറഞ്ഞാൽ കുട്ടികളും ഉണ്ടാവും, പ്രായമുള്ളവരുണ്ടാവും, വല്യമ്മമാരുണ്ടാവും. അതായത് കുട്ടികള്, ചെറിയ കുട്ടികള്, 17-18 അല്ല അതുണ്ട്, അത് വിളിക്കും, അത് ഇഷ്ടംപോലെ വിളിക്കാറുണ്ട്. ചെറിയ കുട്ടികള് ആ വീട്ടുകാര് വിളിച്ചിട്ട് പരിചയപ്പെടാനും അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷം. വല്യമ്മമാരൊക്കെ പാട്ടുകാരൊക്കെ ഇത് ഇഷ്ടമല്ല, പാട്ട് കേൾക്കാനും ഇതൊക്കെ. അപ്പൊ ചിലവരെ വിചാരം ഞാനാണ് പാടണെന്നാ. ഓക്കെ, വല്യമ്മമാരൊക്കെ വിളിച്ചിട്ട് കഴിഞ്ഞ് പാടാനൊക്കെ പറയും. പിന്നെ അതുമാതിരി കുറെ പെൺപിള്ളേര് വിളിക്കാറുണ്ട്, പരിചയപ്പെടാൻ വിളിക്കാറുണ്ട്. പെണ്ണന്വേഷണം വന്നിട്ടുണ്ട്. പെൺകുട്ടികളൊക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ ശരിക്കും ഫോൺ എടുത്ത് പറയാ? എന്താ പറയാ? അങ്ങനൊന്നല്ല, ആദ്യം പരിചയപ്പെടും. ചിലപ്പോ പല നമ്പർ ഇങ്ങനെ കിട്ടിയതാണ്, അങ്ങനെ കിട്ടിയതാണ് ഒക്കെ പറഞ്ഞ് വിളിച്ച് പരിചയപ്പെടും. ചിലപ്പോ നമുക്ക് ഇന്ന് വിളിച്ച ആള് പിറ്റേ ദിവസം വിളിക്കാൻ നമുക്ക് ഓർമ്മ. ആ ടൈമിൽ കുറെ കോളുകൾ ഇങ്ങനെ വരുമല്ലോ. അന്ന് വേറെ മൊബൈൽ ഇറങ്ങിയ അവസരം, ആൾക്കാർക്കൊക്കെ മൊബൈലൊക്കെ എല്ലാവരുടെ കയ്യിലെത്തിയ സമയം. കുറച്ച് മുഖങ്ങളെ ഞങ്ങൾ കാണുന്നുള്ളൂ, കുറെ ആളുകൾ കാണാം ഇൻസ്റ്റാഗ്രാം അതെന്നൊക്കെ പറഞ്ഞാൽ. അന്ന് നിങ്ങൾ കുറച്ച് ആളുകളുടെ ഫേസ് മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങളുടെ ലുക്ക്, നിങ്ങളുടെ എന്താ പറയാ, ഒരു ട്രെൻഡ് സെക്ടർ ഒക്കെ നിങ്ങൾ ഓരോ ഡ്രസ്സ് ഇടുന്നതും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് അല്ലേ? അപ്പം ഒരുപാട് ആളുകൾ ചിലപ്പോ അന്ന് വിളിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കത്ത് കിട്ടിയിട്ടില്ല അല്ലേ? കത്ത് കിട്ടിയിട്ടില്ല. ബർത്ത്ഡേക്കൊക്കെ കാർഡുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ താജിഖാനെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് താജിഖ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലഡിലൊക്കെ എഴുതി ഒരു കത്ത് വന്നിട്ടുണ്ടെന്ന് ഒരു കുട്ടിയുടെ. എനിക്കങ്ങനെ ബ്ലഡിൽ എഴുതിയിട്ടൊന്നും ബ്ലഡിലല്ലാതെ ഇല്ല, കത്ത് വന്നിട്ടില്ല. ഓക്കെ, അതായത് മറന്നുപോയി കാണോ? ഇല്ല, വന്നിട്ടില്ല. അല്ല, ആരെയും അയക്കാൻ വിട്ടുപോയി കാണും, അല്ലെങ്കിൽ ആളുകൾ വിടേണ്ട ഒരാളല്ല. അന്ന് കുറച്ചുകൂടി മൊബൈലൊക്കെ ഇറങ്ങിയായിരിക്കും. നിങ്ങൾ കുറച്ചും കൂടി മുന്നോട്ടേക്കാ അല്ലേ? കുറച്ചും കൂടി ഒരു ഇതിലെത്തിയ സമയത്താണോ ഇറങ്ങിയത്? ഇല്ല, താജുക്ക ആ സമയത്ത് തന്നെയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ആൽബത്തിൽ ചെയ്തിട്ട് സിനിമയൊക്കെ ചെയ്തു, അതും വമ്പനായിട്ടുള്ള എന്താ പറയാ, നമ്മുടെ ദുൽഖറിന്റെ കൂടെയൊക്കെ അല്ലേ? ദുൽഖറിന്റെ കൂടെ എന്ന് പറയുകയാണെങ്കിൽ ഫുൾ അവരുടെ കൂടെ തന്നെ സ്ക്രീനിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സലാല മൊബൈൽസ് അല്ലേ? എന്താ ശരിക്കും ദുൽഖറായിട്ട് ഒരു കണക്ഷൻ ഉണ്ടല്ലോ നന്നായിട്ട്? ദുൽഖറിനായിട്ട് അഭിനയിച്ച കണക്ഷൻ തന്നെയാണ്. അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്, പരിചയപ്പെടുന്നതൊക്കെ. പക്ഷെ എനിക്ക് ഇത്രയും ഒരു റോള് കിട്ടിയിട്ട് എനിക്ക് ഫസ്റ്റ് ഷോട്ടിന്റെ കാര്യം പറയാം. ഫസ്റ്റ് ഷോട്ടിൽ നിൽക്കണ്, എനിക്കൊരു ലെങ്തി സീനാണ് ഉള്ളത്. ഫസ്റ്റ് ഡയലോഗ് പറയുന്ന സീനാണ്. അപ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട്. പെർഫോമൻസ് ചെയ്യാൻ പോകണല്ലോ. അത് ദുൽഖറുണ്ട്, ഗ്രിഗറി ഉണ്ട്. അതിനു മുമ്പ് അവരെ മറ്റേ ABCD പടമൊക്കെ റിലീസായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവർ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സമയമാണ്. അപ്പം ഞാൻ ദുൽഖറിനോട് പറഞ്ഞ് എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും, ചിലപ്പോൾ ഒരു 3-4 ഷോട്ട്സൊക്കെ ചിലപ്പോൾ റീടേക്കൊക്കെ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ദുൽഖർ പറഞ്ഞു ഒരു പ്രശ്നമില്ല,
ഇനി 3 4 അല്ല ഒരു 18 20 ആയാലും കുഴപ്പമില്ല, ഞാൻ അവിടെ നിൽക്കാന്ന് പറഞ്ഞു. പുള്ളി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ പുള്ളിക്ക് ഡയലോഗ് ഒന്നുമില്ല ആ സമയത്ത്, എൻ്റെ ഡയലോഗും തുടങ്ങുന്നത്. അപ്പോൾ ഓക്കെ, പിന്നെ എനിക്ക് ഭയങ്കര ധൈര്യമായി. പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് വന്നോട് കൂടിയിട്ട് പിന്നെ ധൈര്യമായി. ആ ധൈര്യത്തിലാണ് ആ സിനിമ മൊത്തം അഭിനയിച്ചത്. എങ്ങനെയാ അങ്ങനെ ഒരു അവസരം വരുന്നത്? എങ്ങനെയാ അവസരം? വലിയ കഥയാണ്, പറഞ്ഞോളൂ. അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയം ഒരു സിനിമാ കഥ പോലെയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഇവിടെ പാലാരിവട്ടത്ത് തമ്മനത്ത് താമസിക്കുന്ന ഒരു ചെറിയ റൂമാണ്. സൗകര്യങ്ങളൊക്കെ ഒരു ചെറിയ റൂം, ഒരു ബാത്റൂം, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. എനിക്കാണെങ്കിൽ നോമ്പിൻ്റെ സമയമാണ്. ആ സമയത്താണ് ഞാൻ ഈ ഇവിടെ പള്ളിയുണ്ട്, പള്ളി അതിൻ്റെ അപ്പുറത്ത് പള്ളിയുടെ തന്നെ റൂംസാണ്. അപ്പോൾ അവിടെ പലരും പറഞ്ഞിട്ടുണ്ട്, അവിടെ വന്നിട്ടുള്ളവരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാനാവുന്നുള്ള മൂഡ് തന്നെയാണ്. ആ നേരത്ത് എനിക്ക് ഭയങ്കര വർക്കില്ല, കാര്യങ്ങളില്ല, ഭയങ്കര സ്ട്രഗിളിങ് സമയമാണ്. ആ സമയത്ത് ഞാനൊരു ദിവസം എൻ്റെ റൂമിൻ്റെ അടിയിൽ ഒരു മാഷ് താമസിക്കുന്നുണ്ട്. ആള് പത്രം വരുത്തുന്നുണ്ട്. അപ്പോൾ ആള് പത്രം വരുത്തുമ്പോൾ ഇങ്ങനെ പത്രം ഇങ്ങനെ നോക്കിയപ്പോൾ അതിലുണ്ട് സലാല മൊബൈൽസ് വരുന്നു, ദുൽഖർ നസ്രിയ, ഗോപി സുന്ദർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. അപ്പം ഞാൻ അങ്ങനെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട്, ഇതിലൊക്കെ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഭയങ്കരമായിരുന്നല്ല എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും. ഭയങ്കര ആഗ്രഹിച്ച് അത് കഴിഞ്ഞ് എനിക്കതിൽ വേറെ ടെക്നീഷ്യന്മാരൊന്നുമില്ല, എഴുതിയില്ല, ഇത് മാത്രമുള്ള ന്യൂസ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് നോമ്പറക്കിയിട്ട്, പള്ളിയിൽ നോമ്പറക്കിയിട്ട് സമൂസ പൊതിഞ്ഞിട്ടൊരു കടലാസ് തന്നിട്ടുണ്ട്. സമൂസ റൂമിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. റൂമിലിരുന്ന് സമൂസ ഒക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഇങ്ങനെ പേപ്പർ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ വീണ്ടും സലാല മൊബൈൽസ് ആ കഷ്ണത്തിൽ. അപ്പം ഞാൻ നോക്കി, സലാല മൊബൈൽസ് ടെക്നീഷ്യന്മാർ ആരെങ്കിലും ഉണ്ടാന്ന് നോക്കുമ്പോണ്ട് അതിൽ നമ്മളെ എഡിറ്റർ സിയാൻ ശ്രീകാന്ത് എന്നുള്ള പേര്. അപ്പം ഞാൻ അറിയും ആളെ. അപ്പം ഞാൻ വേഗം വിളിച്ചു ആളെ. സിയാൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, സിയാൻ ചേട്ടാ ഇങ്ങനൊരു പടം അനൗൺസ് ചെയ്യുന്നുണ്ടല്ലോ, എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ദുൽഖറിൻ്റെ പടമാണല്ലോ അതും, നസ്രിയും ദുൽഖറും ആദ്യമായിട്ട് ഒന്നിക്കുന്ന പടം. ഗോപി സുന്ദറും ഹിറ്റായിട്ട് നിൽക്കണത് മനസ്സിലായ. അങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ എടാ ഇതിലെല്ലാം കാസ്റ്റിംഗ് ആയിട്ടുണ്ട്, പിന്നെ വലിയ റോളുകളാണ്, അത് വേറെ ആൾക്കാരെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അത് അതിന്റെ പ്രോസസ്സ് നടന്നത്, എന്നിലേക്ക് എത്തിയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇല്ല. പിന്നെ അതിന് ശേഷം ഞാൻ എന്തായി നോക്കും, എടാ നീ പെട്ടെന്ന് നിന്റെ കുറച്ച് ഫോട്ടോസ് അയച്ചെന്നു. അങ്ങനെ ജസ്റ്റ് ഞാൻ അപ്പം പുതിയതൊരു 2-3 ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അയച്ചു കൊടുത്തു. എടാ ഞാൻ നാളെ പറയാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ഡയലോഗ് എഴുതും, അതായത് പ്രശ്നം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഞാൻ ചെറിയ റോള് അതാണ് പ്രതീക്ഷിക്കണുള്ളൂ. അങ്ങനെ ഡയറക്ടറെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അഭിനയിപ്പിച്ചു നോക്കും. ഒന്നും ചെയ്യില്ല, ജസ്റ്റ് കണ്ടു, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാറേ ഞാൻ അഭിനയിച്ച ആൽബംസ് ഉണ്ട്. അപ്പം അല്ല അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം അല്ല എന്തെങ്കിലും കണ്ടല്ലോ നമുക്ക്, അപ്പം നമ്മൾ ഒഴിവാക്കുന്നത് എൻ്റെ വിചാരം. ഒന്നും കാണൂല, ജസ്റ്റ് എന്നെ കണ്ടപ്പോൾ ഓക്കെ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞേക്കുമ്പോൾ ആൽബം കണ്ടു. അത് ഫുള്ളൊന്നും കണ്ടില്ല മൂപ്പര്. തിങ്കളാഴ്ച കാലത്ത് എന്ന് പറഞ്ഞ ആൽബമാണ് കാണിച്ചു കൊടുത്തു. ജസ്റ്റ് കണ്ടു, ഓക്കെ നോക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ കാസ്റ്റിംഗ് മാറില്ല എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഒരു അങ്ങനെ ഭയങ്കര എന്താ പറയുക, അവസാനം നമ്മളെ ഫസ്റ്റ് സീൻ നോക്കിയിട്ട് ഓക്കെ അല്ലെങ്കിൽ മാറ്റുന്നുള്ള ലെവലിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ടെൻഷനായിരുന്നു. ഒരു 4 ദിവസം മേക്കപ്പ് ഇട്ട് ഇരുന്നു. അല്ല അന്ന് ഡയറക്ടർ കണ്ടിട്ട് അന്ന് തന്നെ പറഞ്ഞു ഓക്കെ ആണ്? ഇല്ല, അന്ന് പറഞ്ഞില്ല. അത് പിന്നെ പ്രോസസ് കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ നടന്നു. അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് സെലക്ടഡ് ആണെന്ന് പറഞ്ഞിട്ടൊരു കോൾ വന്നില്ലേ? അത് സിനിമ തുടങ്ങുന്നതിന് 4 ദിവസം മുമ്പാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അന്ന് ഞാൻ കോഴിക്കോട് ഞാൻ ഇത് ഓൾറെഡി ഇതിൽ കോഴിക്കോടൻ സ്ലാങ് ആണല്ലോ. അപ്പൊ അത് പഠിക്കാൻ അവിടെ പോയി. ഒരാഴ്ച മുമ്പ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവിടെ, അവരൊപ്പം തന്നെ കറക്കം. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞിട്ടാ കോഴിക്കോടുള്ളവരെ മാത്രം വണ്ടി കയറ്റിയാൽ മതി, വേറെ ഒരു നാട്ടിലത്തെ ആൾക്കാർ വണ്ടി കയറ്റാം, നമുക്കൊന്ന് കറങ്ങാന്ന് പറഞ്ഞു. അവരാണെങ്കിൽ കറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുന്നവരോട്. അങ്ങനെ അവരായിട്ടായിരുന്നു മൊത്തം കറക്കം. അപ്പൊ ഈ അവിടുത്തെ കൊളോക്കിയൽ സ്ലാങ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചറിയാം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്താണ് ഇവിടെ നിന്ന് ഇങ്ങനെ ടെൻഷനാണ്, കൺഫേം ആവുക, അവിടെ വേറെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്, മാറ്റില്ലേ എന്നൊക്കെയുള്ള സാധനം. അങ്ങനെ അത് എന്നിലേക്ക് തന്നെ വന്നു.
നിങ്ങൾക്കുള്ളതായിരുന്നു അത്. അതെ, എനിക്കതായിരുന്നു. എന്നിട്ട് സെലക്റ്റഡ് ആയി ഫസ്റ്റത്തെ ഷോട്ട് എടുക്കുന്ന അല്ലേ? എനിക്ക് ഫസ്റ്റത്തെ മൂവി അതായിരുന്നോ? അല്ല, അതിന്റെ മുമ്പ് ഞാൻ ഇതേമാതിരി ഭാര്യ അത്ര പോരാന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചു. ഭാര്യ എത്ര പോരാ, ആ ജയറാമിന്റെയും ഗോപിക അല്ലേ? അതിലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ശരിക്കും എല്ലാവരുടെ മൈൻഡിലും നിൽക്കുന്ന ഒരു റോളായിരുന്നു. ദുൽഖറിന്റെ കൂടെ തന്നെ ആ സിനിമയും ഹിറ്റായിരുന്നു. 19 ദിവസം ഓടി അത് പടം. പക്ഷെ സലാല മൊബൈൽസ് എന്ന് പറഞ്ഞാൽ ദുൽഖറിനായിട്ട് വരുന്ന ഒരു ട്രെൻഡിൽ അന്ന്. പിന്നെ ഈ സലാല മൊബൈൽസ് എന്ന് പറഞ്ഞ പേര് ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ അതന്നെ, അതൊക്കെ അതിന്റെ ഭാഗമായിരുന്നു. ഗോപി സുന്ദർ മ്യൂസിക്, നല്ല പാട്ടുകളായിരുന്നില്ല അതിൽ. നല്ല അടിപൊളി പാട്ടുകളായിരുന്നു. അതെ, എനിക്ക് തോന്നുന്നു അതിനുശേഷം ഇപ്പൊ ഒരു റീസെന്റ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അല്ലെ? എന്താ പൂക്കാലം, ഒരു പൂമാലക്കഥ. ഓക്കെ, അതും ദുൽഖർ അല്ലായിരുന്നോ അതിന്റെ അല്ലേ? ഇപ്പോഴും നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഉണ്ട്. ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാൻ പോകാറില്ല. അപ്പൊ ഇതൊന്ന് ഇറങ്ങി, അപ്പൊ ഇതൊന്ന് ആൾക്കാരൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണണമെന്നുണ്ടെങ്കിൽ അപ്പൊ എന്നോട് ദുൽഖറിനോട് സംസാരിക്കാൻ പല കാര്യങ്ങളിലും ഞങ്ങള് പിന്നോട്ട് വലിയാണ്. അപ്പൊ ഇതെന്തായാലും ഒന്ന് സംസാരിക്കുക എന്ന് വിചാരിച്ചു. പിന്നെ പുള്ളി അധികം മാറി അങ്ങനെ ഇത് ചെയ്യാറില്ലല്ലോ, പോസ്റ്ററൊന്നും അധികം റിലീസ് ചെയ്യാറില്ല. പക്ഷെ ആള് കുറെ നാളായിട്ട് മീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കൊന്ന് മീറ്റ് ചെയ്യുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പുള്ളി ഓക്കെ പറഞ്ഞു ഫസ്റ്റ് തന്നെ ചെയ്യാന്ന് പറഞ്ഞു. അല്ല, ഞാൻ പുള്ളിയുടെ മാനേജർ വിളിച്ചു. മാനേജർ വിളിച്ചപ്പോ ആരേതാന്ന് ചോദിച്ചു. അപ്പൊ മാനേജറിനോട് പറഞ്ഞു അപ്പൊ അൻവറിന്റെ അതിനെന്താ അവന്റെ അല്ലേ, നമുക്ക് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെ മീറ്റ് ചെയ്തോ? ഞാൻ പോയി ഷൂട്ട് ലൊക്കേഷനിൽ പോയി. സലാല മൊബൈൽസിലുള്ള ദുൽഖർ വെച്ച് നോക്കുമ്പോ ഇന്നത്തെ ദുൽഖർ എന്ന് പറയുന്നത് വലിയൊരു മാറ്റം സംഭവിച്ചല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുണ്ടാവുമല്ലോ, മമ്മൂക്കേന്റെ മോൻ എന്നുള്ള ഇല്ലല്ലേ? പക്ഷെ ഇന്ന് പുള്ളിക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കിയെടുത്ത് സെറ്റായി അല്ലേ? അപ്പൊ എവിടെ എത്തി? അതെ, ഇപ്പൊ സംസാരിക്കുമ്പോഴൊക്കെ അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല അല്ലേ? നമുക്കാണ് നമ്മളെ പ്രശ്നമാണ്. അന്ന് കണ്ട ഫസ്റ്റ് എന്താ ചോദിച്ചാ പുള്ളി? അല്ല, ഞാൻ ആദ്യത്തെ ദിവസം പോയപ്പോ അന്ന് 6 മണിക്ക് ഷൂട്ട് കഴിയും. എന്നിട്ട് ലൈറ്റ് വേണമല്ലോ എടുക്കാൻ വേണ്ടി, പുറത്ത് ഔട്ട്ഡോർ വെച്ച് എടുക്കാൻ വേണ്ടി. വീട്ടിലാണോ പോയത്? അല്ല, ലൊക്കേഷനിലെ പോയത്. അന്ന് ലൊക്കേഷനിൽ ഇൻഡോർ ഷൂട്ട് എടുക്കണം, ഭയങ്കര ക്രൗഡാണ്, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അന്നത്തെ ആദ്യത്തെ ദിവസം നടന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, അങ്ങനെ സോറി, അങ്ങനെ ഇതുകൊണ്ടാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ കുഴപ്പമില്ല, ഒരാഴ്ച കഴിഞ്ഞാലും 1 അല്ല 2 അല്ല 3 അല്ല ഒരാഴ്ച കഴിഞ്ഞാലും കുഴപ്പമില്ല, ആ മൂടാണ്. പിന്നെ പിറ്റേ ദിവസം ആള് പറഞ്ഞു നാളെ ഷൂട്ടില്ല, അത് കഴിഞ്ഞാൽ വാ, അപ്പൊ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അറിവറായിട്ട് ചെയ്യേണ്ടി വരും, അപ്പൊ അത് ഗുണം ഉണ്ടാവൂല. അപ്പൊ മറ്റന്നാൾ അങ്ങനെ ഓക്കെ അല്ലേ? ഓക്കെയാണ്, കുഴപ്പമില്ല, ചെയ്യാം. ഓക്കെ, അന്ന് നമ്മൾ കണ്ടപ്പോ ഇങ്ങനെ ദുൽഖറിന്റെ ഇതിൽ ഇങ്ങനെ വന്നപ്പോഴേ പോസ്റ്റർ റിലീസ് ചെയ്തപ്പോ ശരിക്കും നമ്മൾ വിചാരിച്ചു ഇവരിപ്പോഴും കണക്റ്റഡ് അല്ലേ? നമ്മള് മെസ്സേജ് ചെയ്താലൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ട്. അതെ, അത് വലിയൊരു കാര്യമാണ് അല്ലേ? വലിയൊരു ആർട്ടിസ്റ്റ് അല്ലേ പറയുമ്പോൾ. ശരിക്കും നമ്മളോടും കൂടി ഒരു ഇഷ്ടം കൊണ്ടായിരിക്കണം. അതേ ബുദ്ധിമുട്ടിക്കായിരിക്കോ? ഓക്കെ, ഫൈൻ. ഇപ്പോ കല്യാണത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഫാമിലിനെ പറ്റി പറയുകയാണെങ്കിൽ വൈഫ്, 2 കുഞ്ഞുങ്ങൾ, 2 കുട്ടികൾ അല്ലേ? അത് ഈ കല്യാണം ഇതേപോലത്തെ ഒരു സംഭവം തന്നെയാണ്. കല്യാണത്തിന്റെ 2 ആഴ്ച മുമ്പാണ് എനിക്ക് ഫസ്റ്റ് സിനിമ കിട്ടുന്നത്. എൻ്റെ നിക്കാഹ് കഴിഞ്ഞ് കല്യാണം ഫെബ്രുവരി 14 തന്നെയായിരുന്നു കല്യാണം. അപ്പൊ അതിന് 2 ആഴ്ച മുമ്പ് ഞാൻ കല്യാണം പറയാൻ പോയ സമയത്തായിരുന്നു എനിക്ക് കോള് വന്നത്. അക്കു അക്ബർ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ. അപ്പോൾ ഞാൻ 1 വർഷം മുമ്പ് പുള്ളിയുടെ അടുത്ത് CD ഒക്കെ കൊണ്ടുകൊടുത്ത് സംസാരിച്ചിട്ട് പോന്നു. പിന്നെ 2-3 പ്രാവശ്യം ഇതേമാതിരി കോണ്ടാക്ട് ചെയ്തു, പിന്നെ അത് വിട്ടു. പിന്നെ കുറേ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എന്നെ ഒന്ന് കാണണം, ഇപ്പോഴത്തെ ലുക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച്. അങ്ങനെ ഞാനിപ്പോൾ എന്തായാലും അക്കുകാട് അടുത്ത് പോയല്ലേ, കല്യാണം പറയുകയും ചെയ്യാം എന്ന് ചോദിച്ചിട്ട് കല്യാണ കത്തൊക്കെ എടുത്ത് പോയി. അവിടെ എത്തി. ഇപ്പോൾ കല്യാണത്തിൻ്റെ 4 ദിവസം മുമ്പ് ഷൂട്ട് തുടങ്ങുന്നു. കല്യാണത്തിനടക്കം ഷൂട്ടുണ്ട്. ഞാനാകെ പെട്ടുപോയില്ലേ. കല്യാണം ചിലർ പറയില്ല കല്യാണം കഴിച്ചാൽ രക്ഷപ്പെടും എന്നൊക്കെ പറയില്ലേ, നമ്മൾ അതിനു വേണ്ടി കല്യാണം കഴിച്ച് പെട്ടെന്ന് ഇപ്പം അതും പോയി ഇതും പോയ പോലെ ഞാൻ ആകെ ടെൻഷനായി. അപ്പം ഞാൻ അക്കുക്കാട് പറഞ്ഞു ഇങ്ങനെ കല്യാണം. അയ്യോ, അപ്പം അക്കൊക്കെ പറഞ്ഞു ഇത് മാറ്റാൻ പറ്റില്ല, രക്ഷയില്ല. അങ്ങനെ എനിക്ക് ആ ടെൻഷനായി. ഞാൻ എന്നിട്ട് വൈഫിനൊക്കെ വിളിച്ചു പറഞ്ഞു നമുക്ക് കല്യാണം മാറ്റിയല്ലോ. ഞാൻ മാറ്റാനുള്ളത് തീരുമാനത്തിൽ തന്നെയായിരുന്നു, സിനിമയാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് അവസാനം അക്കുക്കാട് വിളിച്ചു പറഞ്ഞു
കല്യാണത്തിൻ്റെ അന്ന് ഫ്രീ ആക്കാൻ പറ്റുമോന്ന് വെച്ചു. എടാ അൻവർ അത് അങ്ങനെ പറ്റില്ല, നീ ആദ്യമായിട്ട് മറ്റുള്ള ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, ഞാൻ പുതിയൊരു ആർട്ടിസ്റ്റ് അല്ലേ, ഇന്ന് വേണ്ടെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അവസാനം ഞാൻ അക്കുകാട് പറഞ്ഞു, കല്യാണത്തിൻ്റെ പേരിൽ എന്നെ ഇത് മാറ്റി വെക്കരുത്, ഒഴിവാക്കരുത്, അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുമ്പോൾ എന്നോട് പറയും ലാസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ നോക്കട്ടെ, ഞാൻ ശ്രമിക്കാം, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ആഗ്രഹം കണ്ടിട്ടാണ്. കല്യാണത്തിൻ്റെ തലേദിവസം വരുന്നു, ഷൂട്ട് കഴിഞ്ഞിട്ട് വരുന്നു, കല്യാണത്തിൻ്റെ തലേദിവസം ഷൂട്ട് കഴിഞ്ഞ് വരുന്നു, കല്യാണം കഴിഞ്ഞൊരു 4 ദിവസം ഗ്യാപ്പ്, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് 4 ദിവസം ഗ്യാപ്പ് തന്നു കല്യാണം കഴിഞ്ഞിട്ട്. അത് ഭയങ്കര ഭാഗ്യം. ആ സമയത്ത് എന്ന് വെച്ചാൽ എന്താ പറയാ, കുറെ സിനിമയില് അല്ല നാട്ടിൽ ഇങ്ങനെ സിനിമ നടനാണ്, ആൽബത്തിലുള്ള സിനിമയിലൊന്നും ഇല്ല. പെണ്ണന്വേഷിക്കുമ്പോഴും അങ്ങനെയാണല്ലോ, ആൽബത്തില് സിനിമയിലൊന്നും ഇല്ലല്ലോ. പക്ഷെ കല്യാണത്തിന് ഞാൻ സിനിമ ലൊക്കേഷനിൽ നിന്ന് വരുന്നത്, അതൊരു ഭയങ്കര ഭാഗ്യമായിരുന്നു. പടത്തിന്റെ പേര് ചോദിച്ച കോമഡി എന്താന്ന് ചോദിച്ചു, കല്യാണത്തിന് വേറെ സിനിമ ഭാര്യ അത്ര പറയാം, അതല്ല ചോദിച്ചത്, കല്യാണത്തിന് നിൽക്കുമ്പോഴേ ഫോട്ടോ എടുക്കാൻ. ശരിക്കും അന്നേ ഒരു ഓപ്ഷൻ കിട്ടുകയാണ്, അതായത് മാറ്റാൻ പറ്റൂല എന്നുള്ളവരാണ് പറയുന്നതെങ്കിൽ കല്യാണം മാറ്റുമായിരുന്നോ? മാറ്റും, അത് ഉറപ്പാണ്. അത്ര 4 ദിവസേ കല്യാണത്തിന്റെ ഉള്ളൂ അല്ലേ? അല്ലല്ല, ഞാന് പറഞ്ഞത് 2 ആഴ്ച മുമ്പാണ്. പക്ഷെ കല്യാണം പറഞ്ഞു, ഒരു പകുതി പറഞ്ഞു കൊടുക്കലും അറേഞ്ച്മെന്റ്സും ഒക്കെ കഴിഞ്ഞില്ലേ? അപ്പോ അതിന്റെ പേരിൽ കല്യാണം അച്ഛൻ പോവായിരുന്നെങ്കിൽ പ്രശ്നം. കല്യാണം പോവില്ലല്ലോ, മാറ്റി വെക്കാലോ. എന്നാലും ഇത്ര ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു. അല്ല, നമ്മൾ അങ്ങനെ തീരുമാനം എടുക്കും. എന്റെ മനസ്സിൽ ഞങ്ങൾ തീരുമാനിച്ചു, മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വൈഫ് എന്താന്ന് പറഞ്ഞത്? വൈഫ് സപ്പോർട്ട് ചെയ്തു, കുഴപ്പമില്ല, കല്യാണം നമുക്ക് പിന്നെ കഴിക്കാം, അതേ പോയി സിനിമ. അല്ല, ഞാൻ നിക്കാതെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ നിക്കാതെ കഴിഞ്ഞതാണല്ലോ. ഓക്കെ വൈഫ് സിനിമ കയ്യിൽ നിന്ന് പോവുള്ളൂ, അത് പിടിക്കാതെ. പിന്നെ ഒരു പാർട്ടി കല്യാണം തന്നെ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ആണല്ലോ. ഓക്കെ, ഇപ്പൊ വൈഫിനെ പറ്റി കുറെ പറഞ്ഞു. വൈഫിന്റെ പേര് ലൗമി മജീദ്. നല്ല പേരാ, ഞാനത് പറഞ്ഞു. ഓക്കെ, നൈസ് നെയിം. എന്താ ശരിക്കും പുള്ളിക്കാരി ചെയ്യുന്നത്? പുള്ളിക്കാരി ആർട്ടിസ്റ്റാണ്, പെയിന്റിങ്സ് ചെയ്യുന്നുണ്ട്, എക്സിബിഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. കഥക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എക്സിബിഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോ വെച്ചിട്ട് ക്യൂറേറ്ററായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അത്യാവശ്യം പുറത്തൊക്കെ എക്സിബിഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ദുബായിൽ, ഗോവ, അങ്ങനെ പുറത്ത്, ചൈനയിൽ. വലിയ പുള്ളിയാ? വരയ്ക്കും. 2 മക്കൾ അല്ലേ? 2 മക്കള്. ഓക്കെ, 2 ബോയ്സ് ആണ്. 2 ബോയ്സ്. ഓക്കെ, ലവ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ് അറേഞ്ച്ഡ് ആണ്. ആദ്യം കണ്ട് ഇഷ്ടപ്പെട്ടു, പ്രേമിച്ച് നടക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഒരാളെ ലവ് ചെയ്തിട്ട് അത് കയ്യിൽ നിന്ന് പോയിട്ട് ട്രാജഡി ആയിട്ടിരിക്കുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, പ്രേമിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടു, കാര്യങ്ങൾ സംസാരിച്ചു, വീട്ടിൽ സംസാരിച്ചു, അവരോട് പറഞ്ഞു ഇഷ്ടമാണ്. അതിനുശേഷം വീട്ടിൽ അന്വേഷിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരിക്കും അതന്നെയായിരുന്നു താല്പര്യം. അപ്പൊ വീട്ടിൽ അന്വേഷിച്ചു. വീട്ടില് ഞാൻ വിചാരിച്ചു മുടങ്ങുന്നു, പക്ഷെ മുടങ്ങിയില്ല. എന്നുവെച്ചാൽ ആൽബം കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഫീൽഡാണ്. ഗോസിപ്പ് ഒരുപാട് ഉണ്ടാവുമല്ലോ നാട്ടിൽ. പക്ഷെ നാട്ടിൽ ആരും എന്നെ കല്യാണം മുടക്കില്ല, എല്ലാരും നല്ല പാവട്ടോ. ഈ ഗോസിപ്പ് എന്ന് പറഞ്ഞോണ്ട് അന്ന് നിങ്ങളുടെ പേരിലുണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു ഗോസിപ്പ് എന്താ? എനിക്കധികം ഗോസിപ്പ് ഒന്നും കേട്ടിട്ടില്ല. സുനിതയുടെ സംഭവം എന്താ, സുനിതേനായിട്ട് കല്യാണം കഴിഞ്ഞോന്നൊക്കെ വെച്ചിട്ട് അത് ഷാഫിക്കേന്റെ അതുണ്ടായിരുന്നു. എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നായിട്ട് ഞാൻ ആദ്യം കേട്ടില്ല, ഷാഫിനായിട്ട് ഞാൻ കേട്ടില്ല. എന്നെ എൻ്റെ ഇക്ക, എൻ്റെ ജ്യേഷ്ഠൻ ഗൾഫിൽ നിന്ന് വിളിച്ചു, അൻവറെ അത് വേണ്ടട്ടോ. അപ്പൊ എന്ത് വേണ്ട, ഞാനും പുലർന്നിട്ടില്ല. അപ്പൊ എന്നെ പറ്റിട്ട് ഗോസിപ്പോ എനിക്ക് അന്ന് പറയുന്നത് കേട്ടിട്ടില്ല. വലിയ സെലിബ്രിറ്റീസിനാണല്ലോ ഇന്നാണെങ്കിൽ പിന്നെയും നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാലോ. അന്ന് അധികം അറിയില്ലല്ലോ, നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ അറിയുള്ളൂ. ഉണ്ടായിണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് അധികം ഗോസിപ്പ് ഞാൻ കേട്ടിട്ടില്ല. ജ്യേഷ്ഠൻ വിളിച്ച ഇങ്ങനെ ഒരു സംഭവം, ഞങ്ങളെ ബന്ധു വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചൊരു സംഭവം മാത്രമേ എനിക്കറിയുള്ളൂ. അന്ന് ഞാൻ നോക്കുന്നത്, അന്ന് ഇതൊക്കെ ഏതിലൂടെ ഇവര് സ്പ്രെഡ് ചെയ്യുന്നത്? മൗത്ത് പബ്ലിസിറ്റിയാണ്. പിന്നെ ഫോൺ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാനുള്ള ഇതുണ്ടല്ലോ. ഞാൻ സുനിതേച്ചിന്റെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഈ ഷാഫിക്കേന്റെ കൂടെ പോയി എന്ന് പറയുമ്പോ പുള്ളിക്കാരി പാവം വീട്ടിലിരിക്കുക എന്താണ്, അങ്ങനെ എന്നോട് പറഞ്ഞു. ആരാ ഇതൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല എന്ന്. അതെങ്ങനെ ഉണ്ടാവണ് തന്നെ. ഇപ്പൊ കൊറേ ശരിക്കും എത്ര ആൽബംസ് ചെയ്തിട്ടുണ്ട്? 100 എണ്ണം വരെ എണ്ണിയുണ്ട്. അപ്പൊ അത് കൂടുതൽ ഇറങ്ങിയത് ഇറങ്ങാത്തതൊക്കെ ഇട്ടോ, കൊറേ ഇറങ്ങാത്തുണ്ടാവും. ഓക്കെ, അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആൽബം ഏതായിരിക്കും? ഓർത്ത് നിൽക്കുന്നത് എല്ലാം ഓർക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുള്ളൂ പെർഫോമൻസ് വൈസ് തിങ്കളാഴ്ച കാലത്ത് എന്ന് പറഞ്ഞ പാട്ട്, രഹനാസില്ലേ,
രഹനാസ് നീ എന്റേതല്ലേ യെസ് നീ എന്റേതല്ലേ എന്നുള്ളതില് ഇപ്പൊ ഭയങ്കര ഹിറ്റാണ് ആ ആൽബം. കണ്ടിരുന്നോ? ഞങ്ങളുടെ ഒരു ഗാലറി വിഷനിൽ തന്നെ പുള്ളിക്കാരുടെ ഇന്റർവ്യൂ അടുത്ത് ചെയ്തിരുന്നു. പുള്ളിക്കാരിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. പുള്ളിക്കാരി പ്രൊഡ്യൂസ് ചെയ്തിരുന്നു, അഭിനയിച്ചിരുന്ന പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ആൽബത്തിൽ. ഞാൻ അതാണ് ആ ഒരു പേര്. എന്റേതല്ലേ മാത്രമായിരിക്കും ചിലപ്പോ ഷറഫുഖയുടെ ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവുക. അത് പക്ഷെ നന്നായിട്ട് ഓടി. ഇപ്പൊ ഞാൻ ജസ്റ്റ് ആൽബം എടുത്ത് നോക്കിയപ്പോ അതിന് താഴെ കംപ്ലീറ്റ് കമന്റ്സ് ഉണ്ട്. ജലാൽക്കയുടെ ഇന്റർവ്യൂ കണ്ടിട്ട് വന്നതാണെന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഗാലറി വിഷന്റെ ഒരു ലേറ്റസ്റ്റ് ഇന്റർവ്യൂ ആണ്. അതിനകത്ത് വീഡിയോ കോളില് നല്ലൊരു ആൽബം അല്ലേ അത്? നിങ്ങൾ അതില് കാലന്തോ കുറിച്ച് കിടക്കല്ലേ അല്ലേ? പക്ഷെ നല്ലൊരു വിഷ്വൽ അല്ലേ? ഒരു കല്യാണത്തിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ കുറെ കരഞ്ഞ കുറെ ആൽബം ഇല്ല ഞങ്ങളില്. മനസ്സിന്റെ മണിയറയിൽ കരയുന്നത് ഇതില്. പക്ഷെ ഹിറ്റായതൊക്കെ കരഞ്ഞിരിക്കുന്നേ, കരഞ്ഞതൊക്കെ ഹിറ്റാ. മനസ്സിന്റെ മണിയറ ഹിറ്റല്ലേ? ഇതും അതുപോലെ തന്നെ നല്ലൊരു ഹിറ്റാ. അപ്പൊ ഫേവറേറ്റ് ആൽബം ഇതാണ്. അല്ല, ഇത് 2-3 ആൽബങ്ങളുണ്ട്. ഒരെണ്ണം പ്രത്യേകിച്ച് എടുത്തു. പെർഫോമൻസ് വൈസ് ഞാൻ പറഞ്ഞത് പെണ്ണേ നീ എനിക്കനവിൽ എനിക്കിഷ്ടം, നീ എന്റേതല്ലേ. പിന്നെ അതുപോലെ പെർഫോമൻസ് വൈസ് ഇഷ്ടമുള്ള സാധനം എനിക്ക് ഏതാണെന്നറിയോ? വിഷ്വൽ അധികം ഭയങ്കര റീച്ച് ആയി ഉണ്ടാവില്ല. ഇത് പെണ്ണേ 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 നീ മാലാകയോ, 14 രാവിലെ ചന്ദ്രികയാണോ, എൻ സ്വപ്നക്കൂട്ടിലെ മോഹക്കുരുവി, എൻ സ്വപ്നക്കൂട്ടിലെ മോഹക്കുരുവി, ആരു നീ സ്വപ്ന സുന്ദരി, ആരു നീ സ്വപ്ന സുന്ദരി. ഗായകനാണ്, അടിപൊളി. ഇതൊക്കെ ഇങ്ങനെ എന്താ പറയാ, ചില സമയത്ത് കല്യാണത്തിലൊക്കെ പോയി ഞാൻ നിർബന്ധിച്ച് പാടിപ്പിക്കും. അപ്പൊ അന്നൊന്നും നമ്മൾ പെട്ടുപോകും. അപ്പൊ 2-3 പാട്ട് പഠിച്ചു വെക്കും. അതിൽ 2-3 പാട്ട് പഠിച്ചിട്ടുള്ള ഒരെണ്ണാണ്. പക്ഷെ നല്ല രസമുണ്ട്, വോയിസിലേക്ക് നല്ല രസമുണ്ട്. വൈഫ് അതുപോലെ സിംഗർ അല്ലേ? വൈഫ് പാടും. അപ്പൊ രണ്ടാളും കൂടി പാട്ടൊക്കെ പാടാറുണ്ടോ വീട്ടിൽ നിന്ന്? അങ്ങനെ പാടാറൊന്നുമില്ല സത്യം പറഞ്ഞു. കല്യാണം കഴിക്കുന്ന സമയത്ത് ഫോണിലൊക്കെ വിളിക്കുമ്പോ അങ്ങോട്ട് ഇട്ടൊക്കെ പാടുമായിരുന്നല്ലേ. പിന്നെ ജീവിതത്തിലേക്ക് കിടന്നപ്പോ അതങ്ങ് നിർത്തി. പാടൂട്ടാ പുള്ളിക്കാരി. ഇപ്പൊ ഒരു അടുത്ത് 2-3 പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഒരെണ്ണം ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് തന്നെ ഒരു ആൽബം ഉണ്ട്. അതില് ഒരു പാട്ട് പാടിയിട്ടുണ്ട്, പുത്ര എന്ന് പറഞ്ഞിട്ടൊരു സോങ്. പുള്ളിക്കാരി പാടണില്ല എന്ന് പറഞ്ഞത്. അതില് പുള്ളിക്കാരി മറ്റേ വൈക്കം വിജയലക്ഷ്മിനെ കൊണ്ട് പാടിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് പാടി. വൈക്കം വിജയലക്ഷ്മിനെ കിട്ടുന്നില്ല. പിന്നെ എൻ്റെ പാർട്ട്ണർക്കും എന്തായാലും ഒരു പുതിയ ആൾക്കാരെ കൊണ്ട് പാടിപ്പിക്കാം നോക്കി പാടിപ്പിച്ചു നോക്കി. എന്നിട്ട് ഓക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരനെ കണ്ട് തന്നെ ടെസ്റ്റ് അടിച്ചു. പുള്ളിക്കാരി ഇപ്പോഴും പറയണ്ട അത് വൈക്കം വിജയലക്ഷ്മിനോട് പാടിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കും. ശരിക്കും ഇപ്പം എന്ത് ചെയ്യുന്നു? എനിക്കൊരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, സീറോ കട്ട് പ്രൊഡക്ഷൻസ്. ഷോർട്ട് ഫിലിംസ് ഒക്കെയാണ് അധികം ചെയ്യുന്നത്. പിന്നെ ഒരു മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട്, അഡ്വർടൈസ്മെന്റ്, പിന്നെ ബ്രാൻഡിങ്. കേട്ടോക്ക് എന്നാണ് അതിന്റെ പേര്. മലയാളത്തിൽ കേട്ടോക്ക്, ഇംഗ്ലീഷിൽ കേട്ടോക്ക് എന്നുള്ള സാധനം. അതാണ് ഇപ്പോൾ ഉള്ളത് വരുമാന മാർഗം. ഇനി സിനിമ വരുമാനമൊന്നും ആയിട്ടില്ല, പറയാമോ, ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഇനി സിനിമ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടോ? പിന്നെ സിനിമയാണ് എന്റെ പാഷൻ, അതില്ലാണ്ട് എന്ത്. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഏതോ ഒരു സിനിമ എന്തോ ചെയ്തില്ലേ? സിനിമ ഇപ്പൊ ഞാൻ ചെയ്തത് രാജേഷ് മാധവനായിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ട്, പേരിട്ടിട്ടില്ല. അതൊരു ഒരു മലബാർ ഏരിയയിലുള്ള ഒരു കഥയാണ്. മലബാറിലല്ലേ നിങ്ങളുടെ ഫുൾ? അതെ, അത് എങ്ങനെയാന്ന് അറിയില്ല. അങ്ങനെ ആക്കല്ലേ, എനിക്ക് മലബാർ വിട്ടു വരണം എല്ലാരും. എല്ലാരും എനിക്ക് കുറെ സിനിമകൾ നഷ്ടമായിട്ടുണ്ട്. എന്ന് വെച്ചാല് സലാല മൊബൈൽസ് അഭിനയിച്ച സമയത്ത് എല്ലാവരും വിചാരം ഞാൻ കോഴിക്കോട്ടുകാരനാന്ന്. അപ്പൊ കോഴിക്കോട് സ്ലാങ് മാത്രമേ എനിക്ക് പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ കുറെ പേര് അങ്ങനെ തന്നെ കോഴിക്കോട് സ്ലാങ് അല്ലേ നമുക്കിവിടെ അങ്ങനെ പോയിട്ടുണ്ട്. എന്നാൽ ഞാൻ തൃശ്ശൂർക്കാരനാ. പക്ഷെ അത്രമാത്രം അത് പഠിച്ചതുകൊണ്ടാ, പെർഫെക്റ്റ് ആയി ചെയ്തുകൊണ്ട് അങ്ങനെ തോന്നി. അതെ, അത് പിന്നെ ഫസ്റ്റ് പടമാണല്ലോ, ആൾക്കാർക്ക് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ പക്ഷെ എന്നാ അതുമില്ല, എന്നാ കോഴിക്കോട് സ്ലാങ് അതും വരാണ്ടായി അവസാനം. ഒന്നുമില്ല. പിന്നെ അതുപോലെ ഞാൻ വടക്കൻ സെൽഫിയിൽ അഭിനയിച്ചിരുന്നു.
ഒരു വടക്കൻ സെൽഫിയിൽ എവിടെയായിരുന്നു? ജസ്റ്റ് അജുവിന്റെ ഫ്രണ്ട് ആയിട്ട് ഒരു സാധനമുണ്ട്. അതിലൊരു ഫോൺ കോൾ അറിയാണ് ഭയങ്കര ഹിറ്റായത്. അതായത് വൈഫിനെ വിളിച്ചിട്ട് എന്താണ് ഷർമിന പി വിളിച്ചിട്ട് പറയണ ഒരു സാധനമുണ്ട്, ലൈക്ക് ചെയ്യണ സംഭവം പറഞ്ഞിട്ട്. എന്തിനാണ് ലൈക്ക് ചെയ്തതെന്ന് വെച്ചിട്ടൊരു സാധനമുണ്ട്. നിവിന് ഞാൻ അജു ഒക്കെ കൂടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടൊന്ന് കണ്ടാൽ മതി. അത് കുഴപ്പമില്ല. അത് ചെറിയ സീനാണെങ്കിലും അത്യാവശ്യം വലിയ നല്ല സിനിമ ആയതുകൊണ്ട് റീച്ചായി. അപ്പോഴും ആൾക്കാർ വിചാരിച്ചു ആ സ്ലാങ് തന്നെയാണ്. അതിലും അങ്ങനത്തെ ഒരു സ്ലാങ് ആയിരുന്നു. അങ്ങനെ 2-3 പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ലൂക്കയിൽ ചെയ്തിട്ടുണ്ട്. ലൂക്കയില് വേറെ ഇവിടെ ഒരു വേറെ സ്ലാങ് ആയിരുന്നു. ലൂക്ക, ഫോറൻസിക്. അപ്പൊ കൊറേ സിനിമ ശരിക്കും ചെയ്തിട്ടും ഉണ്ടല്ലേ? ചെയ്തതൊക്കെ നല്ല പടങ്ങളാ, നല്ല ക്രൂ അല്ലേ? ഞാൻ പരമാവധി ചെറിയ സീനാണെങ്കിൽ നല്ലൊരു ബാനറും നല്ലൊരു പരിപാടിയാണെങ്കിൽ ഞാൻ അധികം പിടിക്കാറ്. അതെ, ഇപ്പൊ ഇതൊക്കെ പറഞ്ഞതൊക്കെ നല്ല ബാനറാ അല്ലേ? അതെ അതെ, നല്ല പറഞ്ഞാലിപ്പോ സിനിമ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ അറിയാലോ, അതന്നെ വലിയ കാര്യം. പിന്നെ അല്ലാതെ തീർച്ചയായും. ഇനി ശരിക്കും ഒരു ആൽബം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ആൽബത്തിലൊക്കെ അഭിനയിക്കാൻ അങ്ങനെ ആഗ്രഹം ഉണ്ടോ ഇപ്പോഴും? ഇല്ല, ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ മാറിയില്ലേ. പക്ഷെ ആൽബം നല്ല ഇപ്പോഴത്തെ ട്രെൻഡ് സെറ്റനുസരിച്ചിട്ടുള്ള ആൽബങ്ങൾ അഭിനയിക്കാൻ ആഗ്രഹം. ഞാൻ ഇപ്പം അടുത്ത് ഗാലറീഷൻ്റെ ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു, ഗാങ് ബി. ഷൈൻ ടോം ജാക്കോന്റെ ഇത് കൂടെ. ഓക്കെ. അപ്പൊ എല്ലാത്തിലും ഇങ്ങനെ വലിയ ചെയ്യും അല്ലേ? അതായത് നമ്മൾ എപ്പോഴും ലൈവ് ആയിട്ടിരിക്കുക. അതാണ് ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, നിങ്ങക്ക് നല്ല ഷർഫിന്റെ മാനറിസം ഉണ്ട്. അത് കാണാനും ഷർഫുഖിനെ പോലെ ഉണ്ട്, സംസാരിക്കുമ്പോഴൊക്കെ ആ ഷർഫുഖിന്റെ എവിടെയോ ഷർഫുദ്ദീൻ ആരെയും പറയാറുണ്ടോ? പറയാറുണ്ട്. നിങ്ങള് പോസ്റ്റർ കാണുമ്പോ എനിക്കില്ലേ വീഡിയോയിലൊന്നും തോന്നിയിട്ടില്ല, ആൽബത്തിലും തോന്നിയിട്ടില്ല, ഒന്നിനും തോന്നിയില്ല. പക്ഷെ ഇപ്പൊ ഇത്ര അടുത്തിരിക്കുമ്പോ പുള്ളിയായിട്ട് ഭയങ്കര സിമിലാരിറ്റി. പുള്ളിനെ നേരിൽ കാണുമ്പോ ഉള്ള എനിക്കറിയാം പുള്ളിനെ. അപ്പൊ അതേപോലെ സുഹൃത്തുക്കൾ തന്നെയാണ് ആണല്ലേ? ആ സംസാരം ഹൈറ്റ് ഒക്കെ ഉണ്ട്. ഞങ്ങള് ഹോംലി മീൽസ് ചെയ്യുമ്പോ അതിലൊരു ക്യാരക്ടർ ചെയ്തിരുന്നു ചെറുപ്പ്. അപ്പൊ അന്ന് ഞാൻ പോയിട്ട് അതിന് മുമ്പ് ഒരു സിനിമയില് അഭിനയിച്ചിട്ട് അവന് ഒരു ചെറിയ റോൾ ചെയ്തിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്യാരക്ടർ. അപ്പൊ ഞാൻ അവനെ കണ്ടപ്പോ ഇന്ന ആള് ആ സിനിമയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പരിചയപ്പെട്ടു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോംലി ബസ്സിൽ ഞങ്ങൾ 4 പേരായിരുന്നു മെയിൻ. ആര് ഞാന് ഷർഫ് ഒരു ചെറിയ ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പൊ അവന് ഒരുപാട് വലിയ ഇതിലെത്തി. പക്ഷെ ആ സ്നേഹം എപ്പോഴും ഉണ്ട് കേട്ടോ. എപ്പോഴും കണ്ടാലും എല്ലായിടത്തും കണ്ടാലും. പുള്ളി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? നല്ലോണം ഉണ്ട്. അതായത് ചില സമയത്ത് സംസാരിക്കുമ്പോഴും ആ ചിരിയൊക്കെ വരുമ്പോ ശരിക്കും ഷർഫൊക്കെ തന്നെ അതേപോലെ ഉണ്ട്. ഇനി എന്താ പുതിയ പ്രൊജക്ട്സ് എന്തൊക്കെയാ? അപ്പം രാജേഷ് മാധവനായിട്ടുള്ള ഒരു സിനിമ, അതാണ് അടുത്തത് ഇറങ്ങാനുള്ളത്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഖുശ്ബു എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തിട്ടുണ്ട്. ഖുശ്ബു പേരാണ് ആ പേര്. അത് ഒരു കോമഡിയാണ്. ഇതിലൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് എനിക്ക്. മറ്റേലൊരു കോമഡി, പക്ക കോമഡി. നല്ല എനിക്ക് ഭയങ്കര ഞാൻ ഹാപ്പി ആയ പടമാണ്. പെർഫോമൻസ് ചെയ്തിട്ട് കോമഡി ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു സാധനം ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സാധനം ഉണ്ടാവില്ല. റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അത് രണ്ടാണ് ഉള്ളത്. പിന്നെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ അന്വേഷിക്കാറുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ സുഹൃത്തുക്കളിലൊക്കെ നമുക്ക് പറ്റിയ ക്യാരക്ടറുകളൊക്കെ വരുമ്പോ ഇപ്പോഴും ഈ ഓഡീഷനൊക്കെ പോവോ? ഓഡീഷന് പോയിട്ടില്ല. വേണമെന്ന് വെച്ചാൽ ഞാൻ പോവും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓഡീഷൻ നല്ലതല്ലേ? പിന്നെ നമ്മൾക്ക് അതിൽ പറ്റിയ ക്യാരക്ടർ അതുപോലത്തെ ഗെറ്റപ്പാണെന്ന് അറിയണം. നമ്മുടെ പെർഫോമൻസ്. ഇപ്പൊ വലിയ ആർട്ടിസ്റ്റുകൾ വരെ ഓഡീഷന് പോകാറ്. പിന്നെ അല്ലാതെ ഒരുപാട് ഇപ്പൊ എത്തിയവരൊക്കെ ഓഡീഷൻ ത്രൂ തന്നെയാണ് തോന്നുന്നു അധികം പേര് എത്തിയത് അല്ലേ? അതൊന്നും നമ്മൾ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പാഷൻ എന്താണോ അത് നമ്മൾ ഇറങ്ങി തെളിച്ചേ പറ്റൂ. അതെ. അതായത് കുറെ കാലം മുമ്പ് കുറെ ആൽബംസ് ചെയ്തു. പിന്നെ അത് സിനിമയിലേക്ക്. സിനിമ എനിക്ക് തോന്നുന്നു കുറച്ച് അടുത്ത കാലത്തായിട്ടാണ് ചെയ്തത്. അപ്പോൾ അന്നത്തെ ആ ഒരു അഭിനയത്തിൻ്റെതും ഇന്നത്തെ ഒരു അഭിനയം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇന്ന് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നതാണ് വേണ്ടത്. പക്ഷെ പണ്ടത്തെ ആൽബം അങ്ങനെയല്ലല്ലോ. ശരിക്കും ഒരു അഭിനയം തന്നെയല്ലേ അത്. അതെപ്പോഴെങ്കിലും ഈ സിനിമയിലേക്ക് അങ്ങനെ വരുമ്പോ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, അത് ഗുണം ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ സിനിമയിൽ പാട്ടുകളില്ല. പാടി നടക്കണ സംഭവങ്ങളൊന്നുമില്ല. സിറ്റുവേഷൻ സോങ്സ്, നായികമാരെ കുറവാ ഇപ്പൊ. അപ്പോ എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതായത് ക്യാമറയുടെ മുന്നിൽ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ത് വേണമെങ്കിലും നമുക്ക് ഇപ്പൊ ചിലപ്പോൾ ഡയറക്ടർ നമ്മൾ വഴക്ക് പറഞ്ഞാൽ കൂടി നമ്മൾ പതറിപ്പോവുക. അതൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അങ്ങനത്തെ ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. ചീത്ത കേൾക്കാം. അത് അങ്ങനെ കേട്ടിട്ട് ഇല്ല. അങ്ങനെ കേട്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും.
അതൊന്നും അത് അത് അതിന്റെ ഭാഗമാണ്. അതൊന്ന് കേൾക്കണം. അത് കേട്ട് നമ്മൾ നന്നാക്കാൻ വേണ്ടിട്ടല്ലേ പറയാം. നമുക്ക് ടെൻഷൻ പാനിക്കായി പോകും. എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. ഞാൻ അതില് ഭയങ്കര കോൺസെൻട്രേറ്റ്. ഞാൻ അതിന് വേണ്ടി നിൽക്കാം. ചീത്തല തല്ലിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, നന്നായോ മതി. നമുക്ക് ഔട്ട് വരുമ്പോഴല്ലേ എല്ലാരും കാണുള്ളൂ. അവിടെ ചീത്ത പറഞ്ഞു വഴക്ക് പറഞ്ഞു ആരും കാണില്ല. നന്നായില്ലെങ്കിൽ നമ്മൾക്കാണ് മോശം പറയാം, ഡയറക്ടറെ മോശം പറയും. നമുക്ക് അടുത്ത ചാൻസ് വരണം, അതൊക്കെ അതിന്റെ ഭാഗമാണ്. അതെ. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ഗുണേ ചെയ്തിട്ടുള്ളൂ. അതെ, ആൽബം ഗുണേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ക്യാമറ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ പൊസിഷൻ, എങ്ങനെ മാർക്ക് ചെയ്ത് നിൽക്കണം, അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയത്. ഓരോന്നും എന്റെ പഠനമായിരുന്നു ആൽബങ്ങൾ ചെയ്യണത്. സത്യം പറഞ്ഞാൽ ഞാൻ അതിലൂടെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പഠിക്കാൻ ശ്രമിക്കായിരുന്നു. ഇപ്പൊ നമ്മളൊരു ആൽബം ചെയ്യണമെങ്കിൽ അതിൽ ക്യാരക്ടർ ചെയ്യാൻ പറ്റണമെങ്കിൽ ക്യാരക്ടറായിട്ട് സിറ്റുവേഷൻ സോങ്സ് ഒക്കെ അഭിനയിക്കുമല്ലോ. അപ്പൊ അതൊക്കെ എനിക്ക് ആക്ടിങ്ങിനെ കൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സത്യം. ഫസ്റ്റ് ചെയ്ത ആൽബം ശരിക്കും ഏതായിരുന്നു? ഫസ്റ്റ് ചെയ്ത ആൽബം ഇറങ്ങിയിട്ടില്ല. അത് ജി വേണുഗോപാൽ പാടിയ പാട്ടായിരുന്നു. വാർനെറ്റിയിൽ നിന്നായിരുന്നു ആൽബത്തിന്റെ പേര്. അതെനിക്ക് തോന്നുന്നു 2002 ഷൂട്ട്. ഞാൻ ആക്ച്വലി കോളേജ് ഒരു വർഷം പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നേരെ സിനിമയുടെ പരിപാടിക്ക് ഇറങ്ങി. അപ്പൊ ശരിക്കും എത്ര വയസ്സിലായി ഒരു ഫീൽഡിലേക്ക്? ഞാൻ 16 വയസ്സിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ആൽബം ചെയ്യുന്നത് 16 വയസ്സിലാണ്? അല്ല, ആൽബം ഒരു 17 വയസ്സ് 18 വയസ്സൊക്കെ ആകുമ്പോഴും ചെയ്തിട്ടുണ്ടാവും ഫസ്റ്റ് ആൽബം. അതിന് മുമ്പ് നമ്മള് സിനിമയുടെ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അന്ന് പോയിട്ടുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞ പടത്തിന്റെ അതിനൊക്കെ പോയിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴും ഇടയ്ക്കൊക്കെ കാണാം അവിടെ ഇവിടെ ഒക്കെ. കോളേജ് സീൻ തന്നെ. പിന്നെ ഞാൻ തുടങ്ങി ജൂനിയർ ആർട്ടിസ്റ്റ് കൊണ്ടില്ലേ പിള്ളേർ. നമ്മളവിടെ കുറെ പിള്ളേരുണ്ടല്ലോ. എനിക്ക് മനസ്സിലായത് കാര്യമില്ലാന്ന്. ബാക്കിലൊക്കെ നിൽക്കണ സംഭവമാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ പിന്നെ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ, അന്ന് സിനിമ എന്ന് പറഞ്ഞാല് എവിടെയാണ് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. സിനിമയിലത്തെ ആൾക്കാരെ കാണാന് അതില് വർക്ക് ചെയ്യണ ആരെങ്കിലും ടെക്നീഷ്യന്മാരെ കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ആരാധന. ഇന്നിപ്പോ നോക്കുമ്പോ എല്ലാവർക്കും ഓരോ മേഖലയിൽ എല്ലാവർക്കും എല്ലാരെയും അറിയുന്നത്. പക്ഷെ അന്നൊന്നും അത്ര വളരെ കുറച്ച് പേര് ഈ ഒരു ഇതിലുള്ളൂ, അതായത് ഒരു സെലിബ്രിറ്റി ലൈഫിലുള്ളൂ അല്ലേ? അപ്പൊ അതിൽ നമ്മൾ എത്താന്ന് വെച്ചാൽ ഭയങ്കര പാടായിരുന്നു. ശരിയാ ഞങ്ങള് പറഞ്ഞത്. ഇപ്പൊ അന്നത്തെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് പൈസയൊക്കെ കിട്ടുമോ? പൈസ ഒക്കെ ചില്ലറ എന്തെങ്കിലും കിട്ടും. 20 രൂപ 25 രൂപ കൊണ്ടാണ് അന്ന് കിട്ടുക. 20 അത്ര തന്നെ ഉള്ളതുകൊണ്ട് എനിക്കൊരു ഓർമ്മയില്ല. 75 രൂപ 25 രൂപയുണ്ട്. പിന്നെ പെട്രോൾ അടിക്കാനുള്ള പൈസ തരും. അപ്പൊ എനിക്ക് ബൈക്കുള്ള കുറെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. എല്ലാവർക്കും ബൈക്ക് ഉണ്ട്. പെട്രോൾ അടിക്കാൻ എപ്പോഴും ഉണ്ടാവില്ല വില. ആ ടൈം ചെത്തണ സമയല്ലേ. അപ്പൊ ആ സമയത്തൊക്കെ ഇൻട്രസ്റ്റ് ആണ് അവർക്ക്. ഞാൻ കോളേജ് പോലത്തെ സെറ്റപ്പ് തന്നെയാണ്. അപ്പൊ പിള്ളേര് നമ്മളെ ആ പ്രായതാണല്ലോ. അപ്പൊ വരിക, ഫുഡും കാര്യങ്ങളും ഉണ്ടാവും, അടിപൊളി ഫുഡ്. പെട്രോൾ അടിക്കാൻ പൈസ, ജസ്റ്റ് അഭിനയിക്കുന്നു പോരുന്നു, അത്ര ആ മൂഡില്. അപ്പൊ നമ്മളവിടുത്തെ ചാവക്കാടാണല്ലോ. ചാവക്കാട് പാങ്ങ് പാവറട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് ഒരുപാട് സുന്ദരന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. ഒക്കെ ഫ്രീക്കന്മാരാണ് അന്ന്. അവരൊക്കെ വരും, അവരെയും കൂട്ടി പോകും. അങ്ങനത്തെ ആളാണ്. പിന്നെ അതിലെങ്ങനെ ഞാൻ പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഇത് തന്നെയായിരുന്നു ആഗ്രഹം? സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ആക്ച്വലി എൻ്റെ ജ്യേഷ്ഠനായിരുന്നു സിനിമാ ഭ്രാന്ത്. പുള്ളി ഇപ്പൊ ഗൾഫിലാണ്. പുള്ളി അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി നാട്ടിലൊക്കെ പറയും, നാട്ടിലും ബന്ധുക്കളാണ് പറയല്ലേ സിനിമ നടനാവുന്നുണ്ട് ഒരു സാധനം. അത് കേട്ടിട്ടുള്ള ഒരു സാധനത്തും ഇറങ്ങിയതാണ് ഞാൻ. ഇറങ്ങി ഇക്കാനെ സിനിമ നടനാക്കുന്നുള്ളൊരു മൂഡുണ്ടല്ലോ, ആ മൂഡില് ഇറങ്ങിയത്. പക്ഷെ ഞാൻ ചെയ്തു. കഴിഞ്ഞ സിനിമയില് ഇക്ക അടിപൊളി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇറങ്ങാൻ പോകുന്നതിലും അതും അനിയനിലൂടെ സാധിച്ചു. എന്റെ ലക്ഷ്യം അതായിരുന്നു. അതെ, ആ ലക്ഷ്യം കിട്ടിയില്ലേ? അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ലക്ഷ്യം എന്താണോ അത് നമ്മൾ എന്താ പറയാ, ഇനി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ കഷ്ടപ്പാടാണ് സിനിമ. ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ മനസ്സിൽ നെയ്ത്ത് ചെയ്ത കാര്യം ചെയ്തു കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ പുള്ളി ചെയ്തോട്ടെ എന്നല്ലേ? അത് ഞാൻ ഗൾഫിൽ നിന്ന് ഓടിയിട്ട് പോരണ്ടെന്ന് പറഞ്ഞു. പുള്ളി അവിടെ നിന്ന് കിട്ടി പോരാനുള്ള പരിപാടി. ഞാൻ പറഞ്ഞത് എളുപ്പമുള്ള കാര്യമില്ല. ഇപ്പൊ റീസെന്റ് നടന്ന ജയറാമിന്റെ ഒരുപാട് 1000 ആശകൾ അതിലുള്ള പോലെ പണിയും പോയി സിനിമയും പോയി ആവണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്കൊരു പാട്ടോട് കൂടി നമുക്ക് ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യാം. നല്ല പാടുന്നുണ്ട് കേട്ടോ. അതെ, അത് നമ്മൾ ആരും അറിയപ്പെടാതെ പോയതാ. അത് വൈഫ് പാടുന്നത് തന്നെ അങ്ങനെ കുറേശ്ശെ കിട്ടിയതായിരിക്കും. അങ്ങനെ കിട്ടുവോ? അങ്ങനെ ഇടയ്ക്കങ്ങനെ പാടുമ്പോ ശ്രുതി താളം എന്നൊക്കെ പറയില്ലേ? ചുമ്മാ പറഞ്ഞതാണ്. ഏത് പാട്ടാ പാടുന്നത്? ഏത് പാട്ടാണ്? ഷാഫിക്ക പാടിയ പാട്ടാണ്.
ഞാൻ ഇടയ്ക്ക് ഷാഫി ഖാനെ കാണുമ്പോൾ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ആ പാട്ടൊന്ന് പാടാൻ പറയുന്നുണ്ട്. എൻ്റെ കല്യാണത്തിനൊക്കെ വന്നിട്ട് ആ പാട്ടൊക്കെ പാടിപ്പിച്ചിട്ടുണ്ട് ഞാൻ. പാടല്ലേ? ആ പഠിക്കോളി. സുന്ദരി നീ വന്നു ഗസല, സുറുമ വരച്ച പെണ്ണേ രജുല, ചെമ്പകപ്പൂവിനൊത്ത നിറമാ, കൺമണി നീ നിന്റെ മഹിമ, അറബിക്കഥയിലെ റാണിയായി ഓരോ കിനാവിലും വന്നു നീ, അറവനമുട്ടിൻ്റെ താളമായി ആടിയുലഞ്ഞെൻ്റെ കൽവിലെ, വെള്ളിമണി കൊലുസണിഞ്ഞ പെണ്ണേ, വെണ്ണിലാവ് മോഹിക്കും നിന്നെ. അടിപൊളി. ഓർമ്മല്ല എനിക്ക്. പുള്ളിയുടെ വൈഫിന് വേണ്ടി എഴുതിയ പാട്ടാ അത്. അതെ അതെ. പക്ഷെ പുള്ളിയുടെ വൈഫിന്റെ പേര് റജിലയാണ്. നിങ്ങൾ പാടിയ റജുലിയാണ്. കുഴപ്പമില്ല, നല്ല പാട്ടാ. നിങ്ങൾ എന്തുകൊണ്ട് പാടി അഭിനയിച്ചില്ല? നിങ്ങൾ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അവസരം നമ്മളൊരു പാട്ട് പാടിയുണ്ട് പണ്ട്, അത് ഇറങ്ങിയില്ല, ഇറങ്ങാൻ പറ്റില്ല. ഇനി അങ്ങ് പാടി ചെയ്യൂ കേട്ടോ, നന്നായിട്ട് പാടുന്നുണ്ട് ശരിക്കും. ഇതൊരു തുടക്കമാവട്ടെ. അത് എനിക്ക് പാടാൻ പറ്റിയ പാട്ടുകളുണ്ട്, അത് മാത്രമേ ഞാൻ പാടാറുള്ളൂ. അത് പാട്ടുകാരനല്ല. കൊള്ളാം. അത് ചില സാധനങ്ങള് നമുക്ക് ചിലവർക്ക് ഉണ്ടാവുമല്ലോ പാടിയിട്ടുള്ള, മാച്ച് ആവുന്നുണ്ട്. അങ്ങനെ 2-4 പാട്ടുകൾ നമുക്ക് ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ. വൃത്തിയായിട്ട് പാടാൻ പറ്റുന്നത്. നന്നായിട്ടുണ്ട് ഏട്ടാ, നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പൊ എന്താ പറയാ, ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ള നല്ല അവസരങ്ങൾ കിട്ടട്ടെ. ഒരുപാട് സിനിമകളിൽ നല്ല തിളങ്ങി നിൽക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.